ദ്രോഹിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇത്രയും നാൾ ശ്രമിച്ചത്? ആ കൊച്ചിന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാ ഈ മുറിയിലേക്ക് നമ്മളിപ്പോ വന്നത്. മനസ്സിലായ? ഞാൻ പറയുന്നത് നിങ്ങളുടെ തലയിൽ കയറുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഈ വീട്ടിന്റെ അകത്തുണ്ട്. പക്ഷെ എപ്പോ വേണേലും പുറത്തേക്കുള്ള സിഗ്നൽ തെളിയാം. അതുകൊണ്ട് ഇനി ഗാഥയെന്നല്ല, വേറെ ആരെയും ദ്രോഹിക്കില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം മതി അമ്മയും മോള് ഇനി ഈ വീട്ടിൽ നിൽക്കുന്നത്. നിർമ്മലേ, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കുറെ നേരമല്ലോ എന്നെ കുറ്റപ്പെടുന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കാരണം ഞാനും തിരിച്ചു കയറിയത് ഉദയേട്ടന്റെ മഹത്വം കൊണ്ടും. അങ്ങനെ കൂടെ അങ്ങ് പറ. നീ എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നേ? ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞോണ്ടിരിക്കുക. ഇനി ഒരു കാര്യത്തിൽ ഞാനില്ല. മോളെ, കാര്യം നീ നവീനെ ആഗ്രഹിച്ചു, അവനെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി നിന്റെ അമ്മ 18 അടവും പയറ്റി. പക്ഷെ അവനെ നിനക്ക് വിധിച്ചിട്ടില്ല മോളെ. ഇനി അല്ലെങ്കിൽ തന്നെ മറ്റൊരുത്തിയുടെ ഭർത്താവിനെ നിനക്കെന്തിനാടി? നിനക്ക് നല്ല അന്തസ്സുള്ള സുന്ദരനായ ചെറുപ്പക്കാരനെ അമ്മയും ഞാനിവിടെ കണ്ടുപിടിച്ചിരുന്നു. നിനക്കിനി അത് മതി, കേട്ടല്ലോ? നിർമ്മലേ, മോക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി നീയായിട്ട് പറഞ്ഞ് അവൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാതിരുന്നാ മാത്രം മതി. ഓക്കെ? ആ, ഞാനിനി ഒന്നിനുമില്ല. ഞാനെന്തിനാ മറ്റുള്ളവരുടെ കണ്ണിൽ കരടാവുന്നേ? അച്ഛൻ പറഞ്ഞതുപോലെ വേറൊരു പയ്യനെ കണ്ടെത്തുമ്പോ നീ അതങ്ങ് സമ്മതിച്ചാ മതി. എനിക്ക് പറ്റില്ല. ഞാൻ സ്നേഹിച്ചത് നവീനെയാ. എനിക്ക് നവീന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടത്. എടി, കൈവീശൊന്നങ്ങ് തന്നാലുണ്ടല്ലോ. കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇരുട്ടത്ത് നിൽക്കുമ്പോഴും എല്ലാത്തിനും കാരണക്കാരി ഞാനാണെന്ന് പറഞ്ഞവളാ നീ. എന്നിട്ടിപ്പോ അവക്ക് നവീന വേണം പോലും. നിന്റെ ആഗ്രഹത്തിന് പുറകെ ഓടി നടന്നിട്ടാ നിർമ്മല കുഴപ്പക്കാരിയാണെന്ന പേര് സമ്പാദിച്ചത്. ഇനി വിധിച്ചത് എന്താണോ അതും കൊണ്ടങ്ങ് നടന്നാ മതി. വിധി ഞാൻ ചാവാനാണെങ്കിലോ? ഞാൻ ചത്താ പോരെ? വേണ്ടാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. എനിക്ക് നവീനെ കിട്ടിയില്ലെങ്കിലേ ഞാൻ അത് തന്നെ ചെയ്യും. നിന്റെ അച്ഛനെ ഇനി ഇത് കേൾക്കാൻ നിൽക്കണ്ട. പോവാൻ പറ മമ്മി. എനിക്ക് എന്തായാലും പോകുന്നതിന് മുൻപ് അവളെ വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അവളെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ നവീന്റെ ഫോണിൽ വിളിക്കും. ഗാഥ, വെറുതെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നീ ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നാ മതി. ഈ ഒരു പ്രസന്റേഷൻ കൊണ്ട് ഒരു അപകടവും ഉണ്ടാവില്ല. നവീൻ അതൊക്കെ ഹാൻഡിൽ ചെയ്തോളൂ. മമ്മി, അവൾക്കല്പം പേരുണ്ടായിക്കോട്ടെ എന്ന് നവീൻ കരുതുന്നതേ ഞാനാണെന്ന് കരുതുന്നത് കൊണ്ടാ. അല്ലാതെ നവീന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് വേഷം മാറിയ ഒരുത്തിയാണെന്ന് നവീൻ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം നവീൻ അവളെ കൊന്നുകളയും. മിക്കവാറും ഈ നിലയ്ക്ക് പോയാലേ അതിന്റെ കാരണക്കാരിയാവുന്നത് ഞാൻ തന്നെയായിരിക്കും. നീ എന്താന്ന് വെച്ചാ ചെയ്യും. പറഞ്ഞു തരുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഓ, ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്ന് ഇവിടെ ആർക്കും മനസ്സിലാവില്ല. ഗാഥ വിളിക്കുന്നു. എന്നാ പിന്നെ അറിയണമല്ലോ. എന്താ ഇത്? ഇതെന്തിനാ എന്റെ ഫോൺ എടുത്തേ? ഇതിവിടെ നിന്ന് കുറെ നേരം അടിക്കുന്നു. എടുത്തു നോക്കിയാ എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഫോൺ ഓരോരുത്തരുടെയും സ്വകാര്യമായ കാര്യല്ലേ. പക്ഷേ ഈ ഫോണിൽ വന്ന കോള് അത്രയ്ക്ക് അങ്ങോട്ട് സ്വകാര്യമല്ല. ഇതാരാ ഈ കോൾ വിളിച്ച ഗാഥ? അതെ, ഈ ഗാഥയെ വേറൊരു ഗാഥ എവിടുന്നാ വിളിച്ചത്?
ഫോണിങ് തന്നെ വരൂ. വരാനല്ലേ പറഞ്ഞേ? നിർമ്മലേ എന്താ ഇവിടെ? ദേ മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഈ വിളിച്ചിരിക്കുന്ന ഗാഥ ആരാ? എന്താ പറയുന്നത് ഞാനൊന്ന് കേക്കട്ടെ. എന്താ നിർമ്മല നിന്റെ സംശയം? അവരൊരു വഴിക്ക് പോവാൻ നിക്ക. വെറുതെ സമയം മെനക്കെടുത്താതിരിക്കും നിർമ്മലേ. ദേ മെനക്കെട്ട ഉപകാരപ്പെടുന്ന കാര്യ സുമിത്രേ. ദേ ഇപ്പൊ തന്നെ ഗാഥയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. വിളിക്കുന്ന ആളുടെ പേരറിയോ? ഗാഥ. അതിനെന്താ? എനിക്ക് സുമിത്ര എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ. അവൾ എന്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണല്ലോ. അവൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അയ്യോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് അങ്ങനെയൊന്നും അല്ല. ദേ ഈ പേരിന്റെ പുറകില് എന്തോ ഒരു ചതിയുണ്ട്. എന്റെ നിർമ്മലേ, നേരം വെളുത്തിട്ടേ ഉള്ളൂ. സൂര്യനൊന്ന് നേരെ ചുവ ഉദിച്ചു വന്നോട്ടെ. എന്നിട്ട് പോരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മോളെ വേഗം നീ ഇറങ്ങാൻ നോക്കി. നിർമ്മല ഇവിടെ നിന്നത് മതി, പോരാ നോക്കി. ദേ നിർമ്മലയോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? നോക്കിക്കോട്ടെ. നിർമ്മല ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാ, വരാൻ. ഇറങ്ങി ഇങ്ങോട്ട്. ഓ നിർമ്മലേ, എന്താ? പിള്ളേർക്കൊരു ഇഷ്ടക്കേടാണ് തോന്നുന്നെങ്കിലേ അതങ്ങ് മാറും. പക്ഷെ അവർക്ക് വെറുപ്പ് തോന്നിയാ അത് ഈ ജന്മം മാറില്ല, കേട്ടല്ലോ. ഓ ഞാൻ ആരെയും വെറുപ്പിക്കാനൊന്നും വരുന്നില്ലേ.